അപ്പോൾ ട്രിവാൻഡ്രത്ത് പാതിരാത്രി റൈഡ് തുടങ്ങി. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് മുതലേ? പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബറുടെ വണ്ടർല കൊച്ചിയിലേക്കുള്ള ഒരു കുടുംബയാത്രയുടെ വ്ലോഗാണ്. അതൊരു വളരെ രസകരമായ ഒരു വ്ലോഗാണ്. അതെ, ഈ ഒരു സാധാരണ വ്ലോഗിലൂടെ ഇപ്പോഴത്തെ ആധുനിക തീം പാർക്കുകളുടെ സാമ്പത്തിക തന്ത്രങ്ങൾ, അവിടുത്തെ ഗെയിമുകളിലെ മനഃശാസ്ത്രപരമായ ചില ചതിക്കുഴികൾ, പിന്നെ ഭയത്തെ എങ്ങനെയാണ് ഇവരൊരു ബിസിനസ്സാക്കി മാറ്റുന്നത് എന്നതൊക്കെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. തീർച്ചയായും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പ്രത്യേകതയുമില്ലാത്ത ഇത്തരം സാധാരണ ഫാമിലി വ്ലോഗുകൾ എന്തിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്ന് കാണുന്നത് എന്നതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇൻസ്റ്റഗ്രാമിലും മറ്റും നമ്മൾ കാണുന്ന ഒരു കൃത്രിമമായ പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതിൽ ആളുകൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല. എല്ലാവർക്കും റിയാലിറ്റി മതി. അതെ, ഒരു സാധാരണ മലയാളി കുടുംബം പുറത്തു പോകുമ്പോൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഇപ്പോ അവരുടെ ആ തളർച്ച, കുട്ടികളുടെ വാശി, കരച്ചിലും ബഹളവും ഒക്കെ. അതെ, ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തങ്ങളുടെ സ്വന്തം ജീവിതവുമായിട്ട് അതിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്റെ കുടുംബം മാത്രമല്ല ഇങ്ങനെ അലങ്കോലമായി യാത്ര ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നൊരു വലിയ ആശ്വാസം അത് നൽകുന്നുണ്ട്. ഒരു റിലീഫാണ്. അതെ, ഈ ഒരു സൈക്കോളജിക്കൽ വാലിഡേഷൻ തന്നെയാണ് ശരിക്കും ഇത്തരം വീഡിയോകളുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ആ ഒരു വാലിഡേഷൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. കൊച്ചിയിലെ കടുത്ത ചൂടിലാണ് ഇവർ പാർക്കിലെത്തുന്നത്. ആ ചൂടിനെ അവർ നേരിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചത്. അതായത് കുടുംബത്തിലെ പ്രായമായ അമ്മയെയും പിന്നെ ആ അമ്പൂട്ടൻ എന്ന് വിളിക്കുന്ന കൊച്ചുകുട്ടിയെയും അവർ തുടക്കത്തിൽ തന്നെ ഒരു AC റൂമിൽ സുരക്ഷിതരായി ഇരുത്തുകയാണ്. അതൊരു മികച്ച തീരുമാനമായിരുന്നു. അതെ, വ്ളോഗർ തന്നെ പറയുന്നുണ്ട്, ഈ വെയിലത്ത് പറ്റില്ല, അവന്റെ പുറകെ ഓടാൻ വയ്യ എന്ന്. ഇപ്പോൾ പലരും അവധിക്കാല യാത്രകളിൽ എല്ലാവരും എല്ലാം ഒരുമിച്ച് ചെയ്യണം എന്ന് വാശി പിടിച്ച് ഒടുവിൽ ആ യാത്ര തന്നെ കുളമാക്കാറാണ് പതിവ്. ശരിയാണ്. അവിടെയാണ് ഈ പ്ലാനിങ്ങിന്റെ ഒരു പ്രായോഗികത നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊച്ചിയിലെ ചൂടെന്ന് പറയുന്നത് ഇപ്പൊ ഒരു തമാശയല്ലല്ലോ, കൊടും ചൂടല്ല. അതെ, കുട്ടികളുടെയും പ്രായമായവരുടെയും ശരീരത്തിന് ആ ചൂട് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവരെ സുരക്ഷിതമായ ഒരു AC റൂമിലേക്ക് മാറ്റുന്നതിലൂടെ ബാക്കിയുള്ളവർക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ പാർക്കിലെ റൈഡുകൾ ആസ്വദിക്കാൻ കഴിയുന്നു. ഇതൊരു എന്താ പറയാ, വിനോദയാത്രകളിലെ ഒരു ബേസിക് സർവൈവൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവരവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു വലിയ തന്ത്രമുണ്ട്, ഇൻഫ്ലുവൻസർ ടാഗ്, അതായത് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം. വരി നിൽക്കാതെ റൈഡുകളിൽ കയറാൻ ഇത് അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. ഈ ഫാസ്റ്റ് ട്രാക്ക് എന്നത് ശരിക്കും പണമുള്ളവൻ മാത്രം സുഖം നൽകുന്ന ഒരു ക്ലാസ് സിസ്റ്റം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? അതായത് താങ്കൾ പറയുന്നത്, ഇപ്പോ സാധാരണക്കാർ പൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകൾ വരി നിൽക്കുമ്പോൾ കുറച്ചുപേർ മാത്രം പണം കൊടുത്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് മാത്രം വരി നിൽക്കാതെ പോകുന്നു. ഈ ഫാസ്റ്റ് ട്രാക്കുകൾ യഥാർത്ഥത്തിൽ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ഒരു സാമ്പത്തിക തന്ത്രം മാത്രമല്ലേ? തീർച്ചയായും അതൊരു സാമ്പത്തിക തന്ത്രം തന്നെയാണ്. തീം പാർക്കുകളുടെ ബിസിനസ് മോഡൽ തന്നെ ഇപ്പൊ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. പണ്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ പിന്നെ എല്ലാവരും തുല്യരായിരുന്നു, അല്ലേ? അതെ, എല്ലാവരും ഒരേ ക്യൂവിൽ നിൽക്കണം. എന്നാൽ ഇന്ന് ബേസിക് ടിക്കറ്റ് എന്നത് വെറും ഒരു എൻട്രി പാസ് മാത്രമായി മാറി. പാർക്കുകൾ മനഃപൂർവ്വം തന്നെ വരികൾ നീളാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവർ ഡിസൈൻ ചെയ്യുന്നു എന്ന് വേണം പറയാൻ. ഓ, അങ്ങനെയാണല്ലേ? അതെ, ചൂടത്ത് ക്യൂ നിന്ന ആളുകൾ വലയുമ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എന്നത് ഒരു ലക്ഷറി അല്ലാതെ ഒരു അത്യാവശ്യമായി അവർക്ക് തോന്നി തുടങ്ങും. അപ്പൊ സ്വാഭാവികമായും ആളുകൾ അതിനായി കൂടുതൽ കാശ് മുടക്കാൻ തയ്യാറാകും. ശരിയാണ്, ആർക്കായാലും മടുക്കും. അതെ, അപ്പോ സമയം ലാഭിക്കുക എന്നതിലുപരി ആളുകളുടെ ആ ഒരു അസഹിഷ്ണുതയെ വിറ്റ് കാശാക്കുന്ന ഒരു ടൈം മോണിറ്റൈസേഷൻ പരിപാടിയാണിത്. ഈ വ്ളോഗിൽ അവർ പറയുന്നുണ്ട്, വെയിലത്ത് നിന്നതുകൊണ്ട് മുഖത്തിട്ട സൺസ്ക്രീൻ ഒക്കെ ഉരുകി ഒലിച്ച് ആകെ വെള്ളപ്പൊടി ഉരുവിറങ്ങുന്ന അവസ്ഥയാണെന്ന്. അത്രയ്ക്ക് ചൂടാണ്. അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ റൈഡുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആർക്കായാലും ഒന്ന് വരിതെറ്റിച്ച് കയറാൻ തോന്നും. എന്തായാലും ഈ വെയിലിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റി നിർത്തിയാൽ അവർ പാർക്കിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? അതായത് വർഷങ്ങൾക്ക് മുൻപ് അവർ കണ്ട പഴയ വണ്ടർലല്ല ഇപ്പൊ അവിടെ ഉള്ളത്. ആ 3D തിയേറ്ററിൽ കയറുമ്പോൾ പണ്ടത്തെ ആ ചിക്കുവിന്റെ കഥ പൂർണ്ണമായി മാറിയിരിക്കുന്നു. പഴയ സുനാമിയും വെള്ളത്തിനടിയിലുള്ള സീനുകളും ഒക്കെ പോയി തികച്ചും പുതിയൊരു കഥ അവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈ, പിന്നെ ഫ്രീ സ്റ്റൈലും എന്നിങ്ങനെ പുതിയ കുറച്ച് റൈഡുകളും വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഫ്രീ സ്റ്റൈലറിനെ അവർ തമാശയായിട്ട് ഒരു സ്ലാൻഡിംഗ് കക്കൂസിനോടാണ് ഉപമിക്കുന്നത് തന്നെ. അതൊരു രസകരമായ ഉപമയാണ്. മനുഷ്യരെപ്പോഴും തങ്ങൾക്ക് മനസ്സിലാവാത്ത പുതിയ രൂപങ്ങളെ പരിചിതമായ പഴയ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ടാണ് ആ സ്ലാൻഡിംഗ് കക്കൂസ് ഉപമ അവിടെ വന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. ഇപ്പൊ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോകുന്നത് ആ ഒരു പഴയ ഗൃഹാതുരിത അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജിയ വീണ്ടും അനുഭവിക്കാൻ വേണ്ടി കൂടിയല്ലേ? ഒരു പരിധിവരെ അതെ. അപ്പോ പണ്ട് പോയപ്പോ കണ്ട ആ 3D സിനിമയിലെ സുനാമി വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കില്ലേ? എന്തിനാണ് കോടികൾ മുടക്കി പാർക്കുകൾ അവരുടെ ഐഡന്റിറ്റി തന്നെയായ ഇത്തരം പഴയ റൈഡുകളും കഥകളും ഒക്കെ ഇങ്ങനെ മാറ്റുന്നത്? നമ്മൾ ഈ നൊസ്റ്റാൾജിയയെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമെങ്കിലും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ലാഭകരമാകണമെന്നില്ല എന്നതാണ് സത്യം. ഓഹോ, അതെന്താ അങ്ങനെ? ഇതൊരു ബേസിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രം. ഇപ്പൊ ഒരു തവണ പാർക്കിൽ വന്ന ആള് വീണ്ടും അവിടേക്ക് വരണമെങ്കിൽ പഴയത് തന്നെ വീണ്ടും കണ്ടാൽ പോരാ. ശരിയാണ്, ബോറടിക്കും. അതെ, ഇത്തവണ പുതിയതായി എന്താണുള്ളത് എന്ന ചോദ്യമാണ് അവരെ വീണ്ടും ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനെ ഒരു നോവൽറ്റി ഫാക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഗൃഹാതുരത ആളുകളെ പരസ്പരം സംസാരിക്കാൻ പ്രേരിപ്പിക്കും, അത് ശരിയാണ്. എന്നാൽ പുതിയ മാറ്റങ്ങൾ മാത്രമാണ് അവരെ കൊണ്ട് വീണ്ടും പണം മുടക്കിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കോടികൾ മുടക്കി അവർ സ്ഥിരമായി അപ്ഡേഷൻസ് നടത്തുന്നത്. ഇപ്പോൾ പുതിയ റൈഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. ഈ വീഡിയോയിലെ ഏറ്റവും രസകരവും എന്നാൽ പേടിപ്പിക്കുന്നതുമായ ഒരു ഭാഗം ഈ റൈഡുകൾ മനുഷ്യ ശരീരത്തിന് നൽകുന്ന സമ്മർദ്ദം അവർ വിവരിക്കുന്നതാണ്. അതെ, അത് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്. എയർ റേസ് എന്നൊരു 360 ഡിഗ്രി കറങ്ങുന്ന റൈഡുണ്ട്. അവർ അതിനെ ഒരു മിക്സിയുടെ ജാറിനോടാണ് ഉപമിക്കുന്നത്. അതുപോലെ വെറും 6 സെക്കൻഡ് കൊണ്ട് താഴെ എത്തുന്ന ഡ്രോപ്പ് ലൂപ്സ് എന്നൊരു റൈഡ്. പേടിപ്പിക്കുന്ന റൈഡുകളാണ്. ആ റൈഡിനെ പറ്റി വ്ളോഗർ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് നമ്മുടെ ആത്മാവ് മുകളിൽ നിൽക്കുകയും ശരീരം മാത്രം താഴേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ. കൃത്യമായ ഒരു ഫീലിംഗ് ആണ് അവർ പറഞ്ഞത്. തല കറങ്ങുന്നത് റൈഡുകൾ കയറുമ്പോൾ മാത്രമല്ല, അവിടെയുള്ള ഭക്ഷണത്തിന്റെയും ഗെയിമുകളുടെയും വില കേൾക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ തല കറങ്ങുന്നത്.
സാമ്പത്തിക കാര്യങ്ങൾ. അതെ, ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് അവർ വന്നപ്പോൾ 250 അല്ലെങ്കിൽ 300 രൂപ ഉണ്ടായിരുന്ന ബിരിയാണി കോമ്പോയ്ക്ക് ഇപ്പോൾ 430 രൂപയായി. അതൊരു വലിയ മാറ്റമാണ്. പക്ഷെ അവിടെ ഇൻഫ്ലേഷൻ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഇതൊരു ക്യാപ്റ്റീവ് മാർക്കറ്റ് പ്രതിഭാസം കൂടിയാണ്. ക്യാപ്റ്റീവ് മാർക്കറ്റ് എന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ആ പാർക്കിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകളില്ലല്ലോ, പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവ നിശ്ചയിക്കുന്ന വില കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാവുകയാണ്. വിമാനത്താവളങ്ങളിലും തിയേറ്ററുകളിലുമൊക്കെ നമ്മൾ കാണുന്ന അതേ തന്ത്രം തന്നെ. അതെ, നമുക്ക് വേറെ വഴിയില്ല, വിശന്നാലും കഴിച്ചേ പറ്റൂ. എന്നാൽ ഇതല്ല എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അവിടുത്തെ ബാസ്കറ്റ്ബോൾ ഗെയിമാണ് ശരിക്കും എന്നെ ഷോക്കാക്കിയത്. 500 രൂപ കൊടുത്ത് 5 ബോളുകൾ എറിയാൻ ബ്ലോഗർ ശ്രമിക്കുന്നു. അയാൾ പണ്ടത്തെ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ കൂടിയാണെന്നാണ് പറയുന്നത്. എന്നിട്ടും അയാൾ പൂർണ്ണമായും പരാജയപ്പെടുന്നു. അതെ, അങ്ങനെ സംഭവിക്കാം. അപ്പോഴാണ് അവർ ആ വലിയ രഹസ്യം തിരിച്ചറിയുന്നത്. ഈ ബാസ്കറ്റ്ബോൾ വളയം സാധാരണ പോലെ വട്ടത്തിലല്ല, പകരം ബോൾ എളുപ്പത്തിൽ വീഴാതിരിക്കാൻ ഒരു ഓവൽ ആകൃതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓഹോ, ശരിക്കും ഇതൊരു തരം പകൽക്കൊള്ളയല്ലേ? ഇത്രയും വലിയ തുക കൊടുത്ത് വരുന്നവരോട് ഗെയിമുകളിൽ ഇങ്ങനെ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് തികച്ചും ഒരു ചതിക്കുഴിയല്ലേ? ഈ കാർണിവൽ ഗെയിമുകൾ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നത് തന്നെ ഈ ഒരൊറ്റ തത്വത്തിലാണ്, അതായത് ഇല്യൂഷൻ ഓഫ് സ്കിൽ. കണ്ടാൽ വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. ഒരു സാധാരണ ബാസ്കറ്റ്ബോൾ വളയത്തിൽ പന്ത് തട്ടിത്തെറിച്ചാലും ചിലപ്പോൾ അത് ഉള്ളിലേക്ക് വീഴും. എന്നാൽ വളയം ഓവൽ ആകൃതിയിലാകുമ്പോൾ ആ ഗെയിമിന്റെ ഭൗതികശാസ്ത്രം പൂർണ്ണമായും മാറുകയാണ്. അതായത് ഒരു പെർഫെക്റ്റ് ഷോട്ട് അല്ലാതെ പന്തുള്ളിൽ വീടില്ല. കൃത്യമായി പറഞ്ഞു, അതാണ് ഇതിന്റെ ട്രിക്ക്. അപ്പൊ നമ്മൾ എത്ര വിദഗ്ധനായ പ്ലെയർ ആണെങ്കിലും നമ്മുടെ ആ ഒരു ആത്മവിശ്വാസത്തെ അവർ മുതലെടുക്കുകയാണല്ലേ? അതെ, ഇവിടെ അവർ വിൽക്കുന്നത് ആ സമ്മാനങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഈഗോയെയാണ്. എനിക്കിത് എളുപ്പം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ഞാൻ പണ്ട് കളിച്ചിട്ടുള്ളതാണെന്നൊക്കെ തോന്നും. അതെ അതെ. അപ്പോൾ ഒരു ബോൾ ലക്ഷ്യത്തിന് അടുത്ത് വന്ന് പുറത്തേക്ക് പോകുമ്പോൾ അടുത്തതിൽ ഞാൻ ഉറപ്പായും ഇടും എന്നൊരു തോന്നലുണ്ടാകും. ഈ ഒരു നിയർ മിസ് സൈക്കോളജിയാണ് ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും പണം മുടക്കിപ്പിക്കുന്നത്. ശരിയാണ്. 400 രൂപ കൊടുത്ത് കളിക്കുമ്പോൾ കിട്ടുന്ന സമ്മാനത്തിന് ചിലപ്പോൾ 180 രൂപയുടെ വിലയുണ്ടാവും എന്ന് അവർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ചുരുക്കത്തിൽ ഗെയിം തോറ്റാലും ജയിച്ചാലും സാമ്പത്തികമായി ലാഭം പാർക്കിന് മാത്രമാണ്. അപ്പോ പോക്കറ്റിലെ കാശും പോയി, വെയിൽ കൊണ്ട് വിയർക്കുകയും ചെയ്തു. ശരിക്കൊരു ശരാശരി കുടുംബം ഈ സമയത്ത് തളർന്നു പോകും. തീർച്ചയായും. പക്ഷേ ഈ വീഡിയോയിൽ പിന്നീട് വരുന്നത് വളരെ ബ്രില്യന്റ് ആയൊരു തന്ത്രമാണ്. പണം നഷ്ടപ്പെട്ട് ചൂടുകൊണ്ട് വലഞ്ഞ അവർക്ക് പിന്നീട് ആശ്വാസമാകുന്നത് പാർക്കിലെ അവരുടെ ടൈം മാനേജ്മെന്റ് ആണ്. അതായത് പകൽ സമയത്തെ കാര്യം. അതെ, പകൽ മുഴുവൻ അവർ വാട്ടർ റൈഡുകളിൽ ചിലവഴിക്കുകയാണ്. അവിടെ വെള്ളത്തിൽ കളിക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും ആശ്വാസം ലഭിക്കുന്നത്. അതിനുശേഷം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. രാത്രി 10 മണി വരെ വണ്ടർല പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വെറും 400 രൂപ അധികം നൽകിയാൽ മതി. ഇതൊരു ഗ്ലോബൽ തീം പാർക്ക് സ്ട്രാറ്റജിയാണ്. പകൽ സമയത്ത് വെയിലിൽ ആളുകൾ തളരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ചിലവാക്കാനുള്ള കഴിവും കുറയും. എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് തോന്നും. അതെ, എന്നാൽ ഈ ഓപ്പറേറ്റിംഗ് സമയം രാത്രിയിലേക്ക് നീട്ടുമ്പോൾ പാർക്കിന് തങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ സമയം ഉപയോഗിക്കാൻ കഴിയുന്നു. അവർ രാത്രിയിൽ ഈ സ്കൈ വീലിലൊക്കെ കയറി DJ ലൈറ്റുകളും താഴെയുള്ള കാഴ്ചകളും ഒക്കെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യും. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൈ വീലിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ താഴെയുള്ള ബാറിൽ ആളുകൾ മദ്യപിക്കുന്നത് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കണ്ടവർ തമാശ പഠിക്കുന്നുണ്ട്. അതൊരു വേറെ ലെവൽ കാഴ്ചയാണ്. അതെ, അപ്പോൾ പകൽ മുഴുവൻ വെയിലത്ത് കഷ്ടപ്പെടുന്നതിന് പകരം പകൽ വാട്ടർ റൈഡുകളും രാത്രിയിൽ ലാൻഡ് റൈഡുകളും എന്ന ഈ പുതിയ തന്ത്രം നമ്മൾ തീം പാർക്കുകളെ കാണുന്ന രീതിയെ തന്നെ മാറ്റുകയല്ലേ? ഉച്ചയ്ക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട പോലെ കറങ്ങിയ ആൾക്കാർക്ക് രാത്രി ഒരു DJ പാർട്ടിയുടെ ഫീൽ കിട്ടുന്നു. തീർച്ചയായും ആ അന്തരീക്ഷം പൂർണ്ണമായി മാറുകയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ശരിക്കും ലാൻഡ് റൈഡുകൾ ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണ്. അതെ, നല്ല തണുപ്പുണ്ടാകും. പകൽ സമയത്തെ ആ അഡ്രിനാലിൻ റഷിന് ശേഷം രാത്രിയിലെ സ്കൈ വീലിൽ നിന്നുള്ള ശാന്തമായ കാഴ്ചകൾ വലിയൊരു റിലാക്സേഷൻ നൽകുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യം നൽകുന്നു എന്ന് മാത്രമല്ല, രാത്രി വൈകുവോളം പാർക്കിൽ നിൽക്കുന്നവർ ഡിന്നർ ഉൾപ്പെടെ കൂടുതൽ ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിക്കാൻ നിർബന്ധിതരാകുന്നു. ഓഹോ, അപ്പോൾ അവിടെയും ബിസിനസ്. അതെ, അങ്ങനെ പാർക്കിന്റെ വരുമാനവും ഇരട്ടിയാകുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതെ, ആ തിരക്കിൽ നിന്നൊക്കെ മാറി സമാധാനമായി ഇരുന്ന് ആ വ്യൂ കാണാൻ കഴിയുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. എന്നാൽ ഈ മനോഹരമായ രാത്രി കാഴ്ചകൾക്ക് ശേഷവും വീഡിയോ അവസാനിക്കുന്നത് ഒരു സിനിമാറ്റിക് ക്ലൈമാക്സിലല്ല കേട്ടോ. പിന്നെയോ? യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാറിലിരുന്ന് കരയുന്ന ആ കുഞ്ഞും പരസ്പരം വഴക്കിടുന്ന കുടുംബാംഗങ്ങളുമായിട്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ് വ്ലോഗർ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ സിനിമ പോസ്റ്റർ ഇവിടെ പൂർണ്ണമായും കീറി പറയുകയാണ്. ഈ ഒരു റിയാലിറ്റി ചെക്കാണ് ശരിക്കും ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച സൈക്കോളജി ഓർക്കുക. ഒരു മുഴുവൻ ദിവസത്തെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എക്സ്പോഷൻ ആ കാറിലെ സീനിൽ നമുക്ക് വ്യക്തമായി കാണാം. അതെ, എല്ലാവരും തളർന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കാണാൻ കാരണവും ഈ ഒരു സത്യസന്ധതയാണ്. അവരവിടെ കാണുന്നത് തങ്ങളുടെ തന്നെ പ്രതിരൂപങ്ങളെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും ഈ ഡീപ് ഡൈവ് നമ്മൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടും ചൂടിനെ മറികടക്കാനുള്ള VIP തന്ത്രങ്ങൾ, നൊസ്റ്റാൾജിയേക്കാൾ വിലയുള്ള നോവൽറ്റി, ഭയത്തെ പണമാക്കി മാറ്റുന്ന അഡ്രിനാലിൻ മാജിക്, പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഡിസൈൻ ചെയ്ത ഓവൽ ബാസ്കറ്റ്ബോൾ വളയങ്ങൾ, പിന്നെ രാത്രിയിലെ പുതിയ പാർക്ക് അനുഭവങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ വ്ലോഗിലൂടെ നമ്മൾ കണ്ടു. അതെ, വളരെ വിശദമായി തന്നെ കണ്ടു. ഇതിനായി എത്രത്തോളം പണവും സമയവും ചെലവാക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന്. അതെ, അപ്പോൾ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ സ്വന്തം കുടുംബയാത്രകളെക്കുറിച്ച് ഓർത്തു നോക്കൂ. ഇത്തരം തീം പാർക്കുകളുടെ യഥാർത്ഥ മൂല്യം ആ റൈഡുകളിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എടുക്കുന്ന ചിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നോ ലഭിക്കുന്നതാണോ? മനോഹരമായ നിമിഷം അല്ലേ? എന്തായാലും വീണ്ടും ഒരു വിഷയവുമായി അടുത്ത ഡീപ് ഡൈവിൽ കാണാം. ശ്രമിച്ചതിന് നന്ദി.